നമ്മുടെ ഹോബി ഫാൻസ് എന്നുള്ളൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റോറി ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് കമൻറ്റാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. പേര് അമൃത എന്നാണ്. എല്ലാവരും അമ്മു എന്നാണ് വിളിക്കുക. ഇതാണ് നമ്മുടെ നായകൻ, വരുൺ എന്നാണ് പേര്. അപ്പൊ ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 വർഷത്തിൽ കൂടുതലായി. പക്ഷെ അവര് കൊറിയയിലാണ് സെറ്റിൽ അയക്കുന്നത്, വരുണ്ട വർക്കൊക്കെ കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവര് നാട്ടിലോട്ട് വരുന്നതെന്നാണ് ഈ കഥയുടെ തുടക്കം. അവരാദ്യം പോയത് അമ്മുവിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അമ്മു അവരെ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാവരോടും വർത്താനൊക്കെ പറയാണ്. വർത്താനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അമ്മുവിൻ്റെ അമ്മ ഒരുപാട് കറികൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾക്ക് ശേഷം വരുന്നതല്ലേ. അപ്പോഴാണ് നമ്മുടെ അമ്മുവിൻ്റെ ചേട്ടൻ വരുണിനെയും അമ്മുവിനെയും ഇങ്ങനെ നോക്കിയത്. അവർ വന്ന ശേഷം ഇതുവരെ സംസാരിച്ചിട്ടില്ല. മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മു ഇഗ്നോർ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ അമ്മു ആണെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്നിടത്തുനിന്ന് എണീറ്റ് കിച്ചണിലോട്ട് പോയി. അപ്പം ആ സമയത്ത് നമ്മുടെ അമ്മുവിൻ്റെ ചേട്ടൻ വരുണിനെ നോക്കി. എന്താ പറ്റിയ മുഖത്തൊരു സങ്കടം? ഒന്നുമില്ല എൻ്റെ അളിയ. അതല്ലാലോ, എന്തോ ഉണ്ടല്ലോ. അളിയൻ കളിക്കാണ്ട് കാര്യം പറ. അതൊന്നുമില്ലടാ, ഞാൻ പറയാം. അതെന്താ ഉണ്ടായെന്ന് വെച്ചാലേ, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കടയിൽ ഒരു പാവേനെ കണ്ടു. കണ്ട വഴിക്ക് ആ സാധനമൊക്കെ വേണം, അതിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇറങ്ങി മേടിക്കാൻ നിന്ന് നേരം വൈകില്ലേ, പിന്നെ മേടിച്ചുതരാം. അത് പറഞ്ഞ വഴി നോക്കിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നിന്റെ പെങ്ങള്. അപ്പൊ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കിടക്കാനായി പോയി. നമ്മുടെ അമ്മ ആണെങ്കിൽ പിണങ്ങി കട്ടിലുമ്മ കിടക്കാണ്. വരുൺ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്താ ഏട്ടൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്തിനെങ്കിലും പിണങ്ങി കിടക്കുന്നേ? എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ മനുഷ്യ? എന്നെ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. എന്റെ കൊച്ചൊന്ന് ക്ഷമിക്കുന്നേ, ഏട്ടൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട വിട്ട്, എനിക്കൊന്നും കേൾക്കണ്ട, മാറങ്ങോട്ട്. പോവല്ല എന്റെ ഭാര്യ, പിന്നെ നിൽക്കേ. അല്ല, എന്താ മോന്റെ ദേഷ്യം? അങ്ങോട്ട് മാറിക്കേ. ഏട്ടനൊരു ഉമ്മ കാട്ടടി, കിടക്കുന്നേക്കാൾ മുമ്പ് നീ തരുന്നല്ലേ എനിക്ക്. അപ്പൊ ആ മേടിച്ചരാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ തിരിച്ചു തരാം. ഇല്ല, നിങ്ങൾക്ക് തരില്ല മനുഷ്യ. അതും പറഞ്ഞ നമ്മുടെ അമ്മ അവിടുന്ന് അപ്പൊ തന്നെ പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വരുൺ റൂമിൽ കിടന്ന് നല്ല ഉറക്കാണ്. അപ്പൊ നമ്മുടെ അമ്മു വേഗം വന്ന് വിളിക്കുകയാണ്. വരണേട്ടാ, നിങ്ങൾ എനിക്കുന്നില്ലേ? എന്നോട് നേരെ മനുഷ്യൻ കിടന്ന് വിളിക്കുന്നു. എന്തിനാ പൊന്നെ ഇപ്പൊ തന്നെ എനിക്കണേ? എന്നാലും പൊന്നേനൊന്നും വിളിക്കണ്ട, ഓടുന്നു. നിന്റെ പണക്ക് ഇതുവരെ മാറിയില്ലേ പിന്നെ? ഇല്ല, എന്തേ? പിന്നെ വേഗം റെഡിയോ, അമ്പലത്തിൽ പോകാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വരുൺ കാർ എടുത്ത് നേരെ പോകുന്ന വഴി കൊണ്ട് നിങ്ങളിത് എങ്ങോട്ട്
എങ്ങോട്ടാ പോകുന്നേ മനുഷ്യ? നേരെ വീട്ടിലോട്ടല്ലേ പോകേണ്ടത്? നിനക്ക് അവിടെ കുറച്ചേരൊന്ന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? വരുൺ വണ്ടി നിർത്തിയ സ്ഥലം കണ്ട് അമ്മു ഞെട്ടുന്നു. ആ സെയിം പാവക്കട, അവൾ ആഗ്രഹിക്കണു എന്ന് പറഞ്ഞ പാവ ഉള്ള കട. അവരതിൻ്റെ ഉള്ളിലേക്ക് പോയി എല്ലാം നോക്കുകയായിരുന്നു. അങ്ങനെ അമ്മു അവിടേക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാവേനെ സെലക്ട് ചെയ്ത് അത് ബില്ലടിക്കാൻ കൊടുക്കുന്നു. താങ്ക് യു വരുന്നേട്ടാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ രാത്രി മൊത്തം പിണങ്ങി നടന്നത്. ഈ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. എനിക്കൊരു ഉമ്മ തന്നാൽ മതി. അങ്ങനെ ഒരു വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പൊ നമ്മുടെ ഹോബി ആണെങ്കിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വരുൺ വന്നിട്ട് അവളെ ബാക്ക് ഹഗ് ചെയ്യാണ്. എന്താ ഈ ചെയ്യുന്ന വരുന്നേട്ടാ? മാറിക്കങ്ങോട്ട്. മാറിയില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? പ്ലീസ് വരുന്നേട്ടാ മാറും. ഞാൻ പോക്കോട്ടെ പ്ലീസ്. മാറും, പക്ഷേ എനിക്കൊരു ഉമ്മ തരാം. ഉമ്മയോ? ആ അതെ, ഉമ്മ. എന്താ നീ ഉമ്മന്ന് കേട്ടിട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അമ്മ അവന് കിസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ നമ്മുടെ അമ്മ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് രാത്രി ആയപ്പോൾ കിടക്കാൻ വേണ്ടി വന്നപ്പോൾ വരുൺ ഓൾറെഡി കിടന്നിട്ടുണ്ടായിരുന്നു. അവൾ അവന് ചെന്ന് ബാക്ക് ഹഗ് ചെയ്തു. താങ്ക് യു വരുന്നേട്ടാ. എന്തിനാ? എന്താ പറ്റിയ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നത്? ഒന്നുമില്ല, നീ പൊക്കോ. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താ പറ്റിയ വരുന്നേട്ടാ? ഞാൻ കിസ് തരാത്തോണ്ടാണോ? ഫ്രണ്ട്സ് വന്നോണ്ടല്ലേ ഞാൻ കിസ് തരാതിരുന്നത്. ഞാൻ ഇപ്പൊ തരാം. എങ്കിൽ വാ, ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് നിന്റെ കിസ്സിങ് എന്ന്.